ഈ കഴിഞ്ഞ ജൂലൈ 2024 സെറ്റ് കൊമേഴ്സ് എക്സാം എഴുതിയവരാണോ നിങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് എക്സാം? ഒരു എബവ് ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു സെറ്റ് കൊമേഴ്സിൻ്റെത്. നമുക്ക് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും അസേർഷൻ റീസൺ, ഇതിനു മുമ്പ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒന്നും തന്നെ നമുക്ക് സെറ്റ് കൊമേഴ്സിന് കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഫോളോയിങ്ങിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ലെവല് കുറച്ചധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമുക്ക് റെഫർ ചെയ്ത് നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ തവണയും സെറ്റ് കൊമേഴ്സ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിച്ച് വരികയാണ്. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്തവണത്തെ വിജയ ശതമാനം ഒരു മോഡറേറ്റ് ലെവലിലുള്ള വിജയ ശതമാനം മാത്രമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കൃത്യമായി പ്രിപ്പയർ ചെയ്തു പോയ ആളുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്തവണത്തേത്. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് മുന്നിൽ കണ്ട് കൃത്യമായി പഠിച്ച ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്തവണത്തെ സെറ്റ് കൊമേഴ്സ് എക്സാം. ഇനി വരുന്ന സെറ്റ് കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ സിലബസിലെ ഓരോ കാര്യങ്ങളും ഇൻഡെപ്ത് ആയി പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും വർക്കൗട്ട് ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയി MCQs വർക്കൗട്ട് ചെയ്താൽ മാത്രമേ അസേർഷൻ റീസൺ പോലെയുള്ള മാത്സ് ഫോളോയിങ്ങിലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാത്സ് ഫോളോയിങ്, പ്രോബ്ലം ഏരിയയിൽ തന്നെ വളരെ ടഫായി വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമുള്ളൂ. ഇക്കഴിഞ്ഞ സെറ്റ് കൊമേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് വന്ന പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പ്രീവിയസ് ഇയറിൽ ചോദിച്ച പ്രോബ്ലം ഏരിയയിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയി കുറച്ചുകൂടി ഇൻഡെപ്ത് നോളജ്, പ്രോബ്ലം നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം ഏരിയകളുടെ പ്രിപ്പറേഷൻ വളരെയധികം കൂടുതലാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായി പറ്റുമുള്ളൂ. 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് കൊമേഴ്സ് ബാച്ചിന് വേണ്ടി CCയിൽ ഒരു പുതിയ ടീം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ്, PDF നോട്ടുകളൊക്കെയായി ഈ ഒരു എക്സാമിന് എന്തെല്ലാമാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നൽകിക്കൊണ്ട് ഈ ഒരു എക്സാം നിങ്ങളെ ക്രാക്ക് ചെയ്യിക്കാനായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവസാനം പഠിച്ചു തുടങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്നവർ അത് മണ്ടത്തരമാണ്. നമുക്ക് നല്ല ഡെപ്തിൽ പഠിക്കണം. ഓരോ തവണയും എക്സാമിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഉടൻ തന്നെ CCയിൽ ജോയിൻ ചെയ്യൂ, വിജയം ഉറപ്പിക്കൂ. താങ്ക്